ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് തന്നെ പലതരത്തിലുണ്ടെന്ന് സാർ പറഞ്ഞു. ഇത് ഓരോന്നും ഓരോ ജോയിന്റിനെ ബാധിക്കുന്നതിനനുസരിച്ചാണോ മാറ്റം അല്ലെങ്കിൽ മാറി മാറി പറയുന്നത്? അല്ല, ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇപ്പം കാരണം ഏതായാലും ജോയിന്റിൽ വരുന്ന കേടുപാടുകൾ അതിൻ്റെ ആ വ്യാപ്തി നമ്മൾ വിലയിരുത്തി ഗ്രേഡുകളാണ്. ഗ്രേഡ് 1 to 6 ആണ് നമ്മൾ ഒരു തേയ്മാനത്തിന് നമ്മൾ ഇടുന്നതെങ്കിൽ ഗ്രേഡ് 3-ന്റെ മേലെയുള്ള എല്ലാ തേയ്മാനങ്ങളും നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ രോഗിയുടെ പറയലാണ്. അപ്പോൾ പ്രായപരിധിയും കൂടെ ഉണ്ട്. രോഗിക്ക് ഒരു 50 വയസ്സിൻ്റെ മേലെ പ്രായം കടക്കണം എന്നുള്ളൊരു നിബന്ധനയും കൂടെ ഉണ്ട്. അപ്പോൾ അതിന് മുൻപുള്ള പ്രായത്തിൽ വരുന്നവർ ഒത്തിരി പേര് വരാറുണ്ട്. 45 വയസ്സിൽ ഈ ഗ്രേഡ് 3-ന്റെ മേലെ തേയ്മാനമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അതിന് പ്രത്യേകതരം ജോയിൻറ്റുകളുണ്ട്. ഞാനീ പറഞ്ഞ നമ്മൾ ആ ജോയിൻറ്റിൽ ഇടുന്ന കമ്പോണൻസ്, ഇതിലിടുന്ന അംശങ്ങൾ വ്യത്യാസപ്പെടുത്തിയാൽ ചെറുപ്പപ്രായക്കാർക്കും മാറ്റാവുന്ന തരത്തിലുള്ള ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് നമ്മൾ ചെയ്തു വരുന്നത്. ഇത് കാൽമുട്ടിന് മാത്രമാണോ ഇത്തരത്തിലുള്ള ഒരു ഇത് വരുന്നത്, അതോ? അല്ല, ഇടുപ്പാണ് കാൽമുട്ടിന് ശേഷം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ടി വരുന്നത് ഇടുപ്പാണ്. പിന്നെ ഞങ്ങൾ കോട്ടക്കലിൽ പേപ്പറിൽ വായിച്ചാണ് ഞങ്ങൾ കേരളത്തിൽ തന്നെ രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു സർജറി. ഞങ്ങൾ തോള് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഞങ്ങൾ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ ഫെസിലിറ്റിയിൽ തന്നെ ഞങ്ങൾ പൂർത്തീകരിച്ചു. പിന്നെ കേടുപാട് വരുന്ന ഏത് ജോയിൻറ്റും, എനി ജോയിൻറ്റ് ക്യാൻ ബി റീപ്ലേസ്. അത് എൽബോ മാറ്റി വെക്കാൻ പറ്റും, കണ്ണങ്കാല് മാറ്റി വെക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് രോഗികൾ നമ്മളെ സമീപിക്കുന്നത് മുട്ടുകാലിൻ്റെ വേദനയും ഇടുപ്പിൻ്റെ വേദനയായിട്ടാണ്. ഇതിൽ ഇപ്പോൾ അതുപോലെ തന്നെ ഈ സ്പോർട്സ് പോലെയുള്ള കായികമായ വിനോദങ്ങൾ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഇതൊക്കെ സംഭവിച്ചാൽ അധികവും ഇത്തരത്തിലുള്ള ഇപ്പോൾ ഇടുപ്പെല്ലിനായാലും ഇങ്ങനെയുള്ള പല അപകടങ്ങളും സംഭവിക്കും. ഇത്തരത്തിലുള്ളവർക്കും ഈ ആർത്രോസ്കോപ്പി ആ വിഭാഗത്തിലുള്ള സർജറിക്ക് വേണ്ടിയിട്ട് തന്നെയാണോ അവരും വരാറ്? അല്ല, ജോയിൻറ്റിൽ അപകടങ്ങളാൽ ജോയിൻറ്റിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് മെനിസ്കൈ എല്ലല്ലാണ്ട് വരുന്ന ഒത്തിരി അംശങ്ങളുണ്ട് ജോയിൻറ്റിനുള്ളിൽ. മെനിസ്കൈ എന്ന് പറയുന്ന വാഷർ എന്ന് പറയുന്നതും പിന്നെ ലിഗമെൻറ്റ്സ്, ഇതിനൊക്കെ കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ആർത്രോസ്കോപ്പി വഴി അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ കാലക്രമേണ അടുത്തൊരു 5 അല്ലെങ്കിൽ 10 വർഷത്തിനുള്ളിൽ ആ ജോയിൻറ്റിൽ തേയ്മാനം സംഭവിക്കാം. ഇപ്പോൾ ചെറിയ ചെറിയ വ്യായാമങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സന്ധിവേദന ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ ആദ്യം ശ്രമിക്കാൻ പറ്റുമോ? വ്യായാമങ്ങൾ ജോയിൻസിന് ഉള്ള പ്രത്യേകത, അതായത് ഒരു സൂപ്പർവൈസ്ഡ് എക്സസൈസ്, അതായത് ഡോക്ടറുടെ നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പി അതിനെപ്പറ്റി അറിയാവുന്ന ഒരാൾക്കാരുടെ ഒരു മേൽനോട്ടത്തിൽ ചെയ്യുന്ന വ്യായാമങ്ങൾ ഡെഫിനറ്റ്ലി തേയ്മാനത്തെ കുറയ്ക്കാനും അതിൻ്റെ ആ സ്പീഡ് പ്രോഗ്രഷൻ കുറയ്ക്കാനും സാധിക്കും. നമ്മൾ ഈ സിനിമ അല്ലെ ടി വിയിലൊക്കെ കാണുന്ന ആഡ് വെച്ചിട്ട് വാങ്ങുന്ന കുറേ ഇൻസ്ട്രുമെൻസുകൾ ശരിക്കും ഒത്തിരി പേര് അത് ഉപയോഗിച്ചിട്ട് ജോയിൻറ്റ് വേദന കൂടി നമ്മുടെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ അത് ഒരു ഇൻസ്ട്രുമെൻറ്റോ അല്ലെ ഒരു എക്സസൈസിങ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് ഒരു ഡോക്ടറുടെ ഒരു നിർദ്ദേശം കൺസൾട്ട് ചെയ്യുന്നത് തീർച്ചയായും നല്ലതാണ്. ജന്മന വൈകല്യം സംഭവിക്കുന്നവരുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇത്തരം സർജറിയിലൂടെ ഒരു ആശ്വാസത്തിന് വകയുണ്ടോ? അങ്ങനെ രോഗം മാറി ഒരു രീതിയിലേക്ക് എത്താൻ കഴിയും? തീർച്ചയായും. പണ്ടൊക്കെ നമുക്ക് ചെറുപ്പകാലത്തുണ്ടാകുന്ന ജോയിൻറ്റ് തേയ്മാനം നമ്മൾ പ്രായമാകുന്നവരെ, അതായത് ഓപ്പറേഷൻ ചെയ്യാൻ ഒരു 50 വയസ്സ് 40 വയസ്സാകുന്നവരെ വെയിറ്റ് ചെയ്യുന്നതും അത് തന്മൂലം അവരുടെ ജീവിത രീതികൾ വളരെ വിഷമകരമായ രീതിയിലോട്ട് പോകുന്നൊരവസ്ഥയായിരുന്നു കഴിഞ്ഞൊരു 20 വർഷം അല്ലെ 15 വർഷം മുമ്പ് വരെ. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ജന്മനാ ഉണ്ടാകുന്ന ഇടുപ്പ് തെന്നലുണ്ട്, ചെറുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാണ്ട് പോണത്, അല്ലെങ്കിൽ കുട്ടികളിലുണ്ടാകുന്ന പ്രത്യേക അസുഖങ്ങൾ, ജോയിൻറ്റിനുള്ളിലെ രക്തോട്ടം കുറഞ്ഞിട്ട് ജോയിൻറ്റ് നശിച്ചു പോകുന്നൊരവസ്ഥ, പെർത്തീസ് ഡിസീസ് അല്ലെ ഏവിയൻ എവാസ്കുലർ നെക്രോസിസ്, ഇതൊക്കെ ഉണ്ടാകാവുന്ന ജോയിൻറ്റിൻ്റെ തേയ്മാനം അല്ലെങ്കിൽ ജോയിൻറ്റിലുണ്ടാകുന്ന വൈകല്യങ്ങൾ വളരെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് എന്താ പറയുക മെറ്റീരിയൽസ്, അതായത് സെറാമിക് എന്ന് പറയുന്ന സെറാമിക് എന്ന് പറയുന്ന മെറ്റീരിയൽസ് വഴി നമ്മൾ ജോയിൻറ്റ് റീപ്ലേസ് ചെയ്താൽ ആ കുട്ടി പ്രായപൂർത്തിയാകുന്ന ഒരു 15 വയസ്സിലെ 16 വയസ്സുള്ള കുട്ടിക്ക് ചെയ്യുന്ന ഓപ്പറേഷൻ അത് 40 വയസ്സ് വരെ ആ ജോയിൻറ്റിൽ തേയ്മാനം കുട്ടിക്ക് സാധാരണ ഒരാൾ ചെയ്യുന്ന ഫങ്ഷൻസ് എല്ലാം ചെയ്തുകൊണ്ട് ജീവിക്കാവുന്ന ഒരു അവസ്ഥയിലാണ്. 40 വയസ്സ് കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി അത് മാറ്റേണ്ടി വരും. പക്ഷേ ആ 20 വർഷക്കാലം കുട്ടിയെ സാധാരണ അവൻ്റെ കൂടെയുള്ള സമപ്രായക്കാർ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. വളരെ പ്രസക്തമായൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഇപ്പോൾ പ്രായമായി കഴിഞ്ഞാലും ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടെങ്കിലും അത്യാവശ്യം എല്ലാ രീതിയിലും ആ ഒരു സർജറി ചെയ്തു എന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നാനുള്ള ഇടയുണ്ടാവും. അതായത് എല്ലാ ജോലികളും അവർക്ക് ചെയ്യാൻ സാധിക്കുമോ? അത് നമ്മൾ ഏത് ജോയിൻ്റാണ് മാറ്റുന്നതനുസരിച്ചിരിക്കും. അതായത് നമ്മൾ ഇടുപ്പാണ് മാറ്റി വെക്കുന്നതെങ്കിൽ നമ്മൾ തറയിലിരുന്ന്, അതായത് നമ്മൾ ചമ്രം പടഞ്ഞിരിക്കുന്ന ഒരവസ്ഥ പരമാവധി ഒഴിവാക്കാൻ രോഗിയോട് പറയാറുണ്ട്. കാരണം ആ ഒരു പൊസിഷന് ജോയിൻ്റ് ഏറ്റവും അൺസ്റ്റേബിൾ ആയിരിക്കുന്ന ഒരവസ്ഥയാണ്, ജോയിൻറ്റിൽ ചിലപ്പം കേടുപാടുകൾ സംഭവിപ്പിക്കുക. അല്ലാണ്ട് ഒരു പൊതുവേ ഒരു കാര്യം പറയുകയാണെങ്കിൽ സാധാരണ ഒരു ആൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ജോയിൻറ്റ് റീപ്ലേസ് ചെയ്ത ആൾക്ക് ചെയ്യാൻ പറ്റണം. അതാണ് ആ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റിൻ്റെ സക്സസ് എന്ന് പറയുന്നത്.
ഇനി സാർക്ക് ഇവരോട് ഒരു അതായത് ഇനി വരാൻ പോകുന്ന തലമുറയോട് അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ള ചില നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഇനി സന്ധിവേദന എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ വാദം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറരുത് എന്നുള്ള രീതിയിൽ. അതായത് നമ്മുടെ ജന്മാവകാശമാണ് നമുക്ക് കീപ് മൂവിങ്, നടക്കുക അല്ലെങ്കിൽ മൂവ് ചെയ്തോണ്ട് മരണം വരെയും സ്വന്തം കാലിൽ നടക്കുക എന്നുള്ളത് നമ്മുടെ ഒരു അവകാശമാണ്. നമ്മുടെ ഒരു മനുഷ്യന് മാത്രം ദൈവം നൽകിയിരിക്കുന്ന ഒരു വരദാനാണ്. അപ്പോൾ അത് പരമാവധി നമ്മൾ അതിൻ്റെ ഒരു യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ചെറുപ്രായത്തിൽ മനുഷ്യൻ്റെ ഇപ്പോഴത്തെ ഫാസ്റ്റ് ലൈഫിലുണ്ടാകാവുന്ന അപകടങ്ങൾ, അതായത് ഫുട്ബോൾ ആയിക്കോട്ടെ, ബൈക്ക് ആക്സിഡൻ്റ് ആയിക്കോട്ടെ, ചെറിയ കാൽ വഴുക്കലായിക്കോട്ടെ, അതിലുണ്ടാകാവുന്ന അപകടങ്ങൾ, ആ വേദന എന്നുള്ളൊരു അവസ്ഥ സൂചനകൾ നൽകുമ്പോൾ തന്നെ ഒരു എക്സ്പെർട്ട് ഡോക്ടറെ സമീപിക്കുക. മാക്സിമം ഒരു എക്സ്റേ അല്ലെങ്കിൽ മാക്സിമം ഒരു 4000 രൂപ ചിലവ് വരുന്ന ഒരു MRI ആൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ഡീറേഞ്ച്മെൻറ്റ്, അതായത് പ്രശ്നങ്ങൾ നമുക്കിപ്പം ജോയിൻസിലില്ല. അപ്പോൾ അത് കണ്ടുപിടിച്ചാൽ അതിന് ചെറിയ തുകകളാൽ അല്ലെങ്കിൽ ആർത്രോസ്കോപ്പി വഴി ശരിയാക്കാവുന്ന മാറ്റങ്ങൾ നമ്മൾ തിരസ്കരിച്ചാൽ ഭാവി തലമുറകൾ നമ്മൾ ഇപ്പോൾ ഉണ്ടാകുന്നതിൻ്റെ 10 ഇരട്ടി തേയ്മാനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ പോകുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് സൂചനകൾ അവഗണിക്കാണ്ടിരിക്കുക, ഡോക്ടറെ സമീപിച്ച് അതിന് വേണ്ട ചികിത്സകൾ തക്ക സമയത്ത് തന്നെ എടുക്കാൻ നിങ്ങൾ തയ്യാറാവണം.